ബ്രണ്ണൻ കോളേജിൻ്റെ വരാന്തയിലൂടെ നിവർത്തിപ്പിടിച്ച തോക്കിൻ്റെ നടുവിലൂടെ അക്ഷോഭ്യനായി നടന്ന നമ്മുടെ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയുടെ ഒരു ധൈര്യം ഇന്നലെയും ഇന്നും നിയമസഭയിൽ കാണുകയുണ്ടായി. അതേക്കുറിച്ചൊന്ന് സംസാരിക്കാം. ജയിൽ പുള്ളികളെ പരോൾ വിടുന്നത് സംബന്ധിച്ച് 75-ാം വാർഷികം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ഇളവ് കുറ്റവാളികളായ ജയിൽ പുള്ളികൾക്ക് അതിനർഹതയുള്ളവരെ ജയിലിൽ നിന്ന് വിമോചനമാക്കാനുള്ള ഒരു രാജ്യത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി അതിനു വേണ്ടിയുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിൽ 20 വർഷം ഒരു പരോളും അനുവദിക്കരുതെന്നും ഒരു ഇളവും കൊടുക്കരുതെന്നും കോടതി വിധിച്ച TP വധക്കേസിലെ പ്രതികൾ കൂടി 3-4 പ്രതികൾ കൂടി ഇടം പിടിച്ചു. ഇത് പത്രവാർത്തകളായി, വലിയ സംസാരങ്ങളായി. അതേക്കുറിച്ച് ഇന്നലെ ചേർന്ന, അതായത് 25-ാം തീയതി ജൂൺ 25-ാം തീയതി ചേർന്ന നിയമസഭയിൽ TP രമ സബ്മിഷൻ അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് നിഷേധിക്കുക മാത്രമല്ല, അദ്ദേഹമാണ് അതിന് മറുപടി പറഞ്ഞത്. സാധാരണ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരാണ് മറുപടി പറയുന്നത്. സ്പീക്കർക്ക് മറുപടി പറയാൻ നിയമപ്രകാരം അവകാശമില്ല. അതൊരു മോശമായ, ഒരു സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ടതായ ഒരു കാര്യമായിരുന്നില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഭരണകക്ഷിയിൽപ്പെട്ടവർ തന്നെ ചിലരും അഭിപ്രായപ്പെടുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കാനും സ്പീക്കറുടെ ആഫീസിൽ നിന്ന് ചില പത്രവാർത്തകളും മറ്റും കൊടുത്ത് അതിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഒരു കോലാഹലം നമ്മൾ കണ്ടു. എന്തുകൊണ്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പറയേണ്ടുന്ന മറുപടി എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞില്ല? എന്തിന് ആ അടിയന്തര പ്രമേയത്തിന് അനുവാദം കൊടുത്തില്ല? അത് അങ്ങനെയൊന്നുമില്ല, തീരുമാനമായ കാര്യമാണ് എന്നെല്ലാം പറഞ്ഞാണ് സ്പീക്കർ അതിന് നിരോധിച്ചത്. എന്ത് തീരുമാനമായി? ഇപ്പം പറയുന്നു ആരും അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു റെക്കമെൻഡേഷനോ അല്ല അങ്ങനെ ഒരു തീരുമാനങ്ങളോ മന്ത്രിസഭയിലോ ബന്ധപ്പെട്ട മന്ത്രിക്കോ കളക്ട്രേറ്റിലോ സെക്രട്ടറിയേറ്റിലോ എവിടെയും എത്തിയിട്ടില്ല. അതെല്ലാം പോലീസുകാർ ചെയ്തൊരു തെറ്റാണ് എന്ന് പറഞ്ഞ് ജയിൽ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടിനെയും മറ്റും ഒക്കെ സസ്പെൻഡ് ചെയ്യുന്നതിനോട് നാടകം കളിക്കുകയാണ്. ഒരിക്കലും ഒരു ജയിൽ സൂപ്രണ്ട് സ്വന്തമായിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ചെയ്യാൻ അത്ര മരമണ്ടന്മാരാണോ നമ്മുടെ പോലീസുകാർ? ഇതാരെ പറ്റിക്കാനാണ് നിങ്ങൾ ഈ വർത്തമാനങ്ങൾ പറയുന്നത്? നിങ്ങൾ കാണിക്കുന്ന ഓരോന്നും
3 മണിക്ക് പറഞ്ഞതെല്ലാം നിങ്ങൾ 3:30-ക്ക് പറയുക, 3:30-ക്ക് പറഞ്ഞതെല്ലാം 4 മണിക്ക് പറയുക. ഇങ്ങനെ നിങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുക. ഇതെല്ലാം ജനങ്ങൾ കേട്ട് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് നടക്കുന്നു ഞങ്ങൾ എന്നാണ് നിങ്ങളുടെ വിചാരം. നിങ്ങൾ പറയുന്ന എല്ലാം നുണയാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമായി. നിങ്ങൾ പറയുന്നത് സത്യമുണ്ടെങ്കിൽ പോലും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഒരു സത്യമെങ്കിലും നിങ്ങൾക്ക് തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങളുടെ ഉദ്ദേശം ഒരു ജനാധിപത്യ രീതിയിൽ സത്യസന്ധമായിട്ട് ജനങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട്, സ്റ്റേറ്റിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അല്ല നിങ്ങൾ ഭരിക്കുന്നത്. നിങ്ങളിൽ ചില വ്യക്തികൾക്ക് സ്വന്തമായ ലാഭങ്ങൾ ഉണ്ടാക്കാനും കാശ് സമ്പാദിക്കാനും സുഖജീവിതത്തിനും അധികാരപ്രമത്തത കാണിക്കാനും മറ്റുമുള്ള ഒരു മാർഗമായിട്ടാണ് നിങ്ങളിതിനെ മനസ്സിലാക്കി കൊണ്ടു നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് എന്ന ആശയത്തിൻ്റെ നേർവിപരീതമായിട്ട് ഏകാധിപത്യത്തോടു കൂടിയിട്ടാണ് ഇന്നിവിടെ ഭരണം നടക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടികളുണ്ടായി, എന്നിട്ടും ആ ധാർഷ്ട്യം, ആ രീതികൾ ഇതൊന്നും മാറിയിട്ടില്ല. ഇത്രയധികം അധപ്പതിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, ജനവിരുദ്ധന്മാരായ ഒരു രാഷ്ട്രീയ ആശയം കൊണ്ടുപോയി നടക്കുന്ന ഇത്തരം ആൾക്കാർ. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഇന്നലെ നിരോധിച്ച ആ സബ്മിഷന് ഇന്ന് ആ പ്രമേയത്തിൻ്റെ സബ്മിഷനായിട്ട് ഇന്ന് വന്നപ്പോൾ അതിന് മറുപടി പറയാൻ പ്രധാനപ്പെട്ട അതിനോട് അനുബന്ധപ്പെട്ട മന്ത്രിയില്ല. ആര്? നമ്മുടെ മുഖ്യൻ ആഭ്യന്തരമന്ത്രി പറയേണ്ട മറുപടിയാണ്. അദ്ദേഹം നടന്നു, ഡൽഹിക്ക് പോയി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഇനി എങ്ങനെ ലോകം തലകീഴായ മറിക്കാമെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. രാജേഷിനോട് മറുപടി പറയാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി രാജേഷ് ഉണ്ടല്ലോ, മൂപ്പരോട് മറുപടി പറയാൻ പറഞ്ഞു. ആൾ സ്ഥലം വിട്ടു. സത്യത്തിൽ രമയെ നേരിടാനുള്ള ആത്മധൈര്യം ഇല്ലാതെ പോയി ഈ മുഖ്യമന്ത്രിക്ക്. അതിപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പ് പല പ്രാവശ്യവും നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചെയ്ത തെറ്റ് സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി തനിക്കെതിരെ പറയുന്ന എല്ലാവരെയും വെട്ടി നിരത്താനും കൊല്ലാനും കൊല്ലിക്കാനും ധാർഷ്ട്യമായ മനുഷ്യത്വപരമല്ലാത്ത 8-ാം നൂറ്റാണ്ടിലെയും 10-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും മനുഷ്യന്മാരുടെ വിചാരങ്ങളോടെ പെരുമാറുന്ന ഒരാളായി നമ്മുടെ മുഖ്യമന്ത്രി. ഇങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ തനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തനിക്ക് ഉള്ളിലുള്ളവരെ ആദ്യം പ്രീണിപ്പിച്ച് തൻ്റെ വശത്താക്കി, അങ്ങനെ തനിക്കെതിരായവരും വെട്ടിനിരത്തി തനിക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാക്കി, അതോടൊപ്പം തന്നെ പുറത്ത്
ന്യൂനപക്ഷങ്ങളെ ഏതൊക്കെ തരത്തിൽ പ്രീണിപ്പിക്കാൻ പറ്റുമോ ഭൂരിപക്ഷത്തെ പാടെ അവഗണിച്ച് പുച്ഛിച്ച് വെറുപ്പിച്ച് ന്യൂനപക്ഷ പ്രീണനം കൊണ്ടു നടന്ന് തൻ്റേതായ പരിധിയിലേക്ക് വരുത്തി അധികാരത്തിൽ കയറിയ ഈ മുഖ്യമന്ത്രിയുടെ ഈ പാർട്ടിയുടെയും ഈ ഭരണ സംവിധാനത്തോടും അധികാരത്തിനോടും സമ്പത്തിനോടുമുള്ള ആർത്തി, അഴിമതി, എവിടെ നോക്കിയാലും അഴിമതി, എല്ലാറ്റിലും അഴിമതി, ധൂർത്തടിക്കുക, കേന്ദ്രം തരുന്നില്ല പറഞ്ഞ് നിലവിളിക്കുക, ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾക്കും കുറേ കാര്യങ്ങൾ അറിയാനുള്ള, ആദ്യമൊക്കെ നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചിരിക്കാം, പക്ഷേ പിന്നെ ജനങ്ങളെല്ലാം മനസ്സിലാക്കി വരുന്നുണ്ട്. ഈ നില തുടർന്നാൽ ഇവിടെ രാഷ്ട്രീയ ഭരണം നിങ്ങളുടെ സെക്രട്ടറിയുടെ പേരിൻ്റെ പോലെ അക്കൂട്ടത്തിൽ ഗോവിന്ദ ഗോവിന്ദ. നമസ്കാരം.